ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എ സിയുടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന എ സി എന്ന് പറഞ്ഞാൽ പാനാസോണിക്കിൻ്റെ 1 ടൺ ഇൻവെർട്ടർ കൺവേർട്ടബിൾ എ സി ആണ്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസത്തിന് മുകളിലായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അടിപൊളി ഒരു ഫീച്ചറുണ്ട്. അതിന് പറയുന്നത് കൺവേർട്ട് i7 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും എ സി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ചെറിയ കറണ്ട് ചാർജ് ഈ എ സി കാരണം ആവുന്നുള്ളൂ. അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ ആ ഫീച്ചർ യൂസ് ചെയ്യുന്നത്, അതുപോലെ അതെന്താണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ റിമോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺവേർട്ട് i7 എന്ന് പറയുന്ന ഒരു ബട്ടൺ. ഇതാണ് ഈ എ സിയുടെ ഏറ്റവും അടിപൊളിയായ ഒരു ഫീച്ചർ. അതായത് ഈ കൺവേർട്ട് i7 എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 7 സ്റ്റേജ് ഓഫ് കൂളിംഗ് പെർഫോമൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് HC, FC, 90, 80, 70, 55, 40% അങ്ങനെ 7 സ്റ്റേജ് ഓഫ് കൂളിംഗ് പെർഫോമൻസ് നമുക്ക് സെലക്ട് ചെയ്യാനെ കൊണ്ട് പറ്റും. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ആണ്. എന്തുകൊണ്ടാണ് ഞാൻ 40% ഉപയോഗിക്കുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ സി ഓണായിട്ട് എൻ്റെ റെക്കോർഡ് കൂളിംഗ് എത്രയാണ്, അതായത് ഇപ്പോൾ 27 ആണെങ്കിൽ 27 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യും. അതിനുശേഷം ഞാൻ കൺവേർട്ട് i7 എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാനതിനെ 40യിലേക്ക് സെറ്റ് ചെയ്യും. അതാണ് എൻ്റെ എ സിയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 കൂളിങ്ങിൽ വർക്ക് ചെയ്യുന്ന പവറിനെക്കാട്ടിലും കുറഞ്ഞ പവറിലായിരിക്കും എ സി വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിക്കുന്നത്. ഞാനിവിടെ 2 കൂളിംഗ് സ്റ്റേജാണ് എടുക്കുന്നത്. അതായത് 16ഉം അതുപോലെ 27ഉം. ഈ ഓരോ സ്റ്റേജിലും ഞാനതിനെ കൺവേർട്ട് ചെയ്ത് 40% ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് അവിടുത്തെ പവർ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ നോർമൽ 16ഉം അതിനെ കൺവേർട്ട് ചെയ്ത് 40 ആക്കുന്നു, അല്ലെങ്കിൽ നോർമൽ 27ഉം അതിനെ കൺവേർട്ട് ചെയ്ത് 40 ആക്കുമ്പോൾ എത്ര ആ പവർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കുന്നതെന്ന്. അതുപോലെ ഒരു സ്മാർട്ട് പ്ലഗ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ എ സി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് പ്ലഗിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ എ സി ലൈവായിട്ട് എടുക്കുന്ന കറണ്ടും അതുപോലെ വോൾട്ടേജും പവറും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ, അതായത് ഈ കൺവേർട്ട് i7 എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊരു ഐഡിയ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂളിംഗ് 16ലേക്ക് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ 16 സെറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ പവർ കാണാൻ പറ്റും 635.9. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ എ സി 16 റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള പവറാണ്, കറണ്ടും ലൈവ് പവറാണ് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയിൽ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത്. അത് സ്മാർട്ട് പ്ലഗിൻ്റെ ആപ്ലിക്കേഷനിൽ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16 കൂളിങ്ങിനെ കൺവേർട്ട് ചെയ്ത് 40% യൂസ് ചെയ്ത് നോക്കാം. അതായത് സെയിം നമ്മൾ 16 തന്നെ അതിനെ 40% ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ സ്റ്റേജിൽ, അതായത് ആ ഫീച്ചർ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ എത്ര പവറാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക്, അതായത് ഈ എ സി എടുക്കുന്ന പവർ എത്രയാണ് അപ്പം നമുക്ക് മനസ്സിലാവും. ഏകദേശം 431, 409, ഇപ്പം 409ലേക്ക് വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഏകദേശം ഒരു 600 നിന്ന് 400 സംതിങ് ആ റേഞ്ചിലേക്ക് വന്നു. അതായത് ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അതായത് അത്രയും പവർ കുറഞ്ഞ് ആണ് എ സി ഇപ്പം റൺ ആവുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂളിംഗ് 27ൽ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും പവർ 600 സംതിങ് ആണ് വന്നത്. അതിനുശേഷം നമ്മൾ ഈ അതായത് ഈ കൺവേർട്ട് i7 എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ആ 40%ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പവർ കുറഞ്ഞിട്ടുണ്ട്. ഈ പവർ കുറഞ്ഞ്, അതായത് 600 സംതിങ്ങിൽ നിന്ന് പവർ കുറഞ്ഞിട്ട് ഏകദേശം 400 സംതിങ്ങിലേക്ക് വന്നു. അതായത് നമുക്ക് ആ വേരിയേഷൻ, പവറിനുണ്ടാകുന്ന വേരിയേഷൻ നല്ലൊരു വേരിയേഷനാണ്. ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച ടൈമിലാണ്. നമുക്ക് ഞാനിത് യൂസ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നൈറ്റിലൊക്കെ ആണെങ്കിൽ ഏകദേശം 300നും 400നും ഇടയിൽ വാട്ടിൽ പവർ ഈ എ സി കൺസ്യൂം ചെയ്യും.
കൺവേർട്ട് i7 എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ പവറിൽ എ സി വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എല്ലാ ദിവസവും എ സി ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യിപ്പിക്കാറ്. എല്ലാ ദിവസവും ഞാനൊരു നൈറ്റ് 9:00 ടു മോർണിംഗ് 8:00 വരെ കണ്ടിന്യൂസ് ആയിട്ട് എ സി യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സെറ്റിങ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 27 കൂളിംഗ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം കൺവേർട്ട് i7 എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 40% സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ പവർ കുറച്ചാണ് ഞാൻ എല്ലാ ദിവസവും എ സി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എ സി ഉപയോഗിക്കുന്ന കറണ്ട് കുറവായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.